40 വർഷത്തിലേറെയായി ഇറാന്റെ ആത്മീയ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമനേയി. ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമായിരുന്നപ്പോൾ ഖമനേയിയെ വധിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ മുന്നോട്ടു പോയപ്പോൾ അതിന് തടയിട്ടത് ട്രംപായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയെങ്കിലും ആയത്തുള്ള അലി ഖമനേയി എവിടെയാണ് എന്ന ചോദ്യം ബാക്കിയാണ്. വെടിനിർത്തലിന് ശേഷം ഇറാൻ പുറത്തുവിട്ട വീഡിയോയിലൂടെ ഖമനേയി രാജ്യത്തെ അഭിസംബോധന ചെയ്തുവെങ്കിലും അദ്ദേഹം എവിടെയാണ് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇറാൻ പതാകയും തന്റെ മുൻഗാമിയും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനുമായ ആയത്തുള്ള റുഹുല്ല ഖമനേയിയുടെ ഛായാചിത്രവും വീഡിയോയിൽ ഖമനേയിക്ക് പിന്നിലായി കാണുന്നുണ്ട്. ക്യാമറയിൽ നോക്കിയാണ് ഖമനേയി സംസാരിക്കുന്നത്. എന്നാൽ എപ്പോഴാണ് വീഡിയോ പകർത്തിയത് എന്ന് വ്യക്തമല്ല. ഇതോടെ 86 വയസ്സായ ആയത്തുള്ള ഖമനേയിയുടെ അസാന്നിധ്യം നിരവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ജൂൺ 13-ന് ഇറാന്റെ മുതിർന്ന സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നു. ഇതോടെ മാനസികമായി തളർന്ന ഖമനേയി ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു രഹസ്യ ഭൂഗർഭ അറയിൽ ഖമനേയിയെ ഒളിപ്പിച്ചിരിക്കുന്നതായാണ് ഇറാൻ സൈനിക മേധാവികൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മാറ്റിവെച്ച് ഏകാന്തതയിലാണ് ഖമനേയി കഴിയുന്നത്. കാരണം ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഉപഗ്രഹം വഴി ലൊക്കേഷൻ കണ്ടെത്തിയാണ് ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ വധിക്കുന്നത്. ബങ്കറിൽ കഴിയുന്ന ഖമനേയിക്കൊപ്പം കുടുംബവും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റവല്യൂഷണറി ഗാർഡിന്റെ അമർ യൂണിറ്റിനാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതലയെന്നാണ് വിവരം. വെടിനിർത്തലിന് ശേഷവും ഖമനേയിയെ കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കാം എന്നൊരു വാദവുമുണ്ട്. അതിനാലാണ് കർശന സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആയത്തുള്ള അലി ഖമനേയി മരിച്ചതായി നേരത്തെ സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ പരന്നിരുന്നു. എന്നാൽ ഇതെല്ലാം ഇറാൻ തള്ളിക്കളയുകയും ചെയ്തു. 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമനേയി. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ശക്തമായി ഭരണം നടത്തുന്ന അദ്ദേഹം സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി അടിച്ചമർത്തുന്ന വ്യക്തിയാണ്. ഖമനേയി വധിക്കപ്പെടുമെന്ന ഭീഷണി ഇസ്രായേലും US മുഴക്കിയതിന് പിന്നാലെ തന്റെ പിൻഗാമി ആരാകണമെന്നതിൽ 3 മുതിർന്ന പുരോഹിതന്മാരെ അദ്ദേഹം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തന്റെ മരണം സംഭവിച്ചാൽ അതിവേഗം ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇറാനിലെ 88 അംഗ വിദഗ്ധ സമിതിയാണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ഇവർക്കാണ് പിൻഗാമികളെ പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയത് എന്നാണ് വിവരം. ഇറാന്റെ പ്രധാന സൈനിക നേതാക്കളെയും ഖമനേയിയുടെ അടുത്ത ഉപദേഷ്ടാക്കളെയും ഇസ്രായേൽ വധിച്ചതോടെ ഇറാൻ ഭരണകൂടം ഇപ്പോൾ ദുർബലമായ അവസ്ഥയിലാണ് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പ്രതിസന്ധി നേരിടാനാകാതെ തകരുകയാണെങ്കിൽ അരക്ഷിതാവസ്ഥ വർദ്ധിച്ചേക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോട് ദീർഘകാലമായി അതൃപ്തിയുള്ള വിഘടനവാദി ഗ്രൂപ്പുകൾ നിലവിലെ സാഹചര്യം അവസരമായി കണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഇറാനിൽ ആഭ്യന്തര യുദ്ധത്തിന് വഴി തുറന്നേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാൻ ഭരണകൂടം തകർന്നാൽ അതിന്റെ ഫലം അമേരിക്കയ്ക്കോ അയൽ രാജ്യങ്ങൾക്കോ അനുകൂലമാകണമെന്നില്ല. ഇറാഖും അഫ്ഗാനിസ്ഥാനും അഭിമുഖീകരിച്ച അസ്ഥിരത ഇറാനും അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇറാനിയൻ സൈന്യത്തിലെ ഏതെങ്കിലും ഘടകം അധികാരം ഏറ്റെടുക്കാം എന്നൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലുമായോ അമേരിക്കയുമായോ സൈന്യം നയതന്ത്രപരമായ വഴികൾ തേടാൻ സാധ്യതയില്ല. കൂടുതൽ സാധ്യത ആക്രമണങ്ങളെ തടയാനുള്ള ഏക പ്രതിരോധമായി വീണ്ടും രഹസ്യമായി ആണവായുധ നിർമ്മാണം അതിവേഗമാക്കാനും നീക്കമുണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ആയത്തുള്ള അലി ഖമനേയി അമേരിക്കയ്ക്കെതിരായ ശക്തമായ നിലപാടുകൾക്ക് പേരുകേട്ടയാളാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ മേഖലയിലെ ഇടപെടലുകൾ, ഇറാനെതിരായ ഉപരോധങ്ങൾ എന്നിവയാണ് അമേരിക്ക വിരുദ്ധതയുടെ പ്രധാന കാരണങ്ങൾ. അമേരിക്കയെ വിശ്വസിക്കരുത് എന്നും അവരുമായി വിട്ടുവീഴ്ച ചെയ്യരുത് എന്നും ഖമനേയി വിശ്വസിക്കുന്നു. ഇസ്രായേലിനെതിരായ ഇറാന്റെ നിലപാടിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നതും ഈ ശത്രുതയ്ക്ക് കാരണമാണ്. 1979-ലെ ഇസ്ലാമിക വിപ്ലവം മുതൽക്കാണ് ഇപ്പോൾ കാണുന്ന അമേരിക്ക വിരുദ്ധ നിലപാട് ഇറാനിൽ രൂപപ്പെട്ടു വരുന്നത്. 1953-ൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസദ്ദിഖിനെ അമേരിക്കയുടെ CIA-യും ബ്രിട്ടന്റെ MI6-ഉം ചേർന്ന് അട്ടിമറിച്ചതിന് ശേഷം മുഹമ്മദ് റസ പഹ്ലവിയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പാവഭരണകൂടമാണ് ഇറാനിൽ ഉണ്ടായിരുന്നത്. 1979-ൽ ഇറാൻ വിപ്ലവത്തോടെ ഇറാനിൽ പുതിയ ഭരണകൂടമുണ്ടായി. 1979-ലെ ഇറാൻ വിപ്ലവം അമേരിക്ക വിരുദ്ധ വികാരത്തിന്റെ ശക്തമായ പ്രകടനമായിരുന്നു.
ആയത്തുള്ള റൂഹുല്ല ഖുമൈനി ഷായുടെ ഭരണം ജനങ്ങളെ ഒന്നിപ്പിച്ചു. അമേരിക്കയെ ദി ഗ്രേറ്റ് സാത്താൻ എന്നാണ് ഖമേനി അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഷായുടെ വിദേശ നയം, വിശേഷിച്ച് അമേരിക്കയുമായുള്ള ബന്ധം ജനങ്ങളുടെ അസംതൃപ്തിയുടെ കേന്ദ്രമാക്കി. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് 1979 ഷാ രാജ്യം വിട്ടു പോവുകയും തുടർന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിതമാവുകയും ചെയ്തു. വിപ്ലവത്തിന് ശേഷം 1979 ടെഹ്റാൻ US എംബസി ആക്രമണം അമേരിക്ക വിരുദ്ധതയുടെ ഉച്ചസ്ഥായിലായി. 444 ദിവസം നീണ്ട ഈ സംഭവം 1953 അട്ടിമറിയോടുള്ള ജനങ്ങളുടെ പ്രതികാരമായും ഇറാന്റെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനമായും കണക്കാക്കപ്പെട്ടു. മുസദ്ദിഖിന്റെ ദേശസാൽക്കരണ ശ്രമങ്ങളും അമേരിക്കൻ ഇടപെടലുകളും വിപ്ലവത്തിന്റെ ആശയങ്ങളെ രൂപപ്പെടുത്തുകയും അമേരിക്കയെ ഇറാന്റെ പ്രാഥമിക ശത്രുവായി മാറ്റുകയും ചെയ്തു. 1939 ഏപ്രിൽ 19 ജനിച്ച ഖമേനി ഇറാനിലെ മഷ്ഹദിലും ഇറാഖിലെ നജാഫിലും മതപരിശീലനം നേടി. ഇറാനിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒടുവിൽ കോമിൽ സ്ഥിരതാമസമാക്കി. അവിടെ ആയത്തുള്ള ഹൊസൈൻ ബോറുജർദി, പിൽക്കാലത്ത് പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള റൂഹുല്ല ഖുമൈനി തുടങ്ങിയ വ്യക്തികളുടെ കീഴിൽ പഠനം തുടർന്നു. 1960കളിലും 1970കളിലും റസാ പഹ്ലവിക്കെതിരായ രഹസ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സവാക് രഹസ്യ പോലീസ് അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. തടവറയിൽ മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തു. 1979 ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് റസാ പഹ്ലവി സ്ഥാനഭ്രഷ്ടനായി. വിപ്ലവാനന്തര ഇറാന്റെ ആദ്യകാലങ്ങളിൽ വളരെ വേഗത്തിൽ ഉയർന്നുവന്ന ഖമനേയി ഇസ്ലാമിക് റവല്യൂഷണറി കൗൺസിലിൽ പ്രധാന പങ്കുവഹിച്ചു. നിയമനിർമ്മാതാവ്, ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ടെഹ്റാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. 1981 പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടെ അടുത്തുള്ള ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് വധശ്രമങ്ങൾക്കിരയായ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഖമനേയി. പുരോഹിത വിരുദ്ധ പ്രതിപക്ഷമായ ഫോർഗാൻ ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിക്കപ്പെടുന്നു. ഖമനേയിക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും വലത് കൈ തളരുകയും ചെയ്തു. 1981 ഓഗസ്റ്റിൽ വിമത മുജാഹിദ്ദീൻ ഇ ഖൽബ് പ്രസിഡന്റ് മുഹമ്മദ് അലി റജായിയും പ്രധാനമന്ത്രി മുഹമ്മദ് ജവാദ് ബഹോനറും കൊല്ലപ്പെട്ടതിനു ശേഷം 97% വോട്ടുകൾ നേടി ഖമനേയി ഇറാന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു. അതിനുശേഷം പല സംഭവവികാസങ്ങളും ഇറാനിൽ ഉണ്ടായി. പിന്നീട് 3 പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ എല്ലാം ആയത്തുള്ള അലി ഖമനിയാണ്.